ആദ്യ കാലഘട്ടത്തിൽ കല്ലാർ പട്ടം കോളനിയുടെ ആസ്ഥാനം മുണ്ടിയരുമയായിരുന്നു. പട്ടം കോളനി നിവാസികൾക്ക് ആവശ്യമായ എല്ലാവിധ ഓഫീസുകളും സ്ഥിതി ചെയ്തിരുന്നത് മുണ്ടിയരുമയിലാണ്. ഇവിടെ സർക്കാർ സ്ഥാപനങ്ങൾക്കായി കണക്കിന് ഭൂമി ഗവൺമെന്റ് മാറ്റിയിട്ടിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ഈ ഓഫീസുകൾ എല്ലാം വിവിധ മേഖലകളിലേക്ക് മാറിപ്പോയി. എങ്കിലും പഴയ ഓർമ്മകൾ നിലനിർത്തി കുടിയേറ്റ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ ഇപ്പോഴും മുണ്ടിയരുമയിൽ അവശേഷിക്കുന്നു. മുണ്ടിയരുമയ്ക്ക് ആ പേര് ലഭിക്കുവാനുള്ള കാരണം ഇവിടെ കാലിന് പരിക്ക് പറ്റിയ ഒരു എരുമ ഞൊണ്ടി നടന്നിരുന്നു. അങ്ങനെ എരുമ ഞൊണ്ടി നടന്നിരുന്ന സ്ഥലം മുണ്ടിയരുമയായി എന്നാണ് പഴമക്കാർ പറയുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഇവിടെയായിരുന്നു പട്ടം കോളനിയുടെ സ്ഥിരാകേന്ദ്രം. ക്യാമ്പ് ഷെഡ്, കോളനൈസേഷൻ ഓഫീസ്, ആശുപത്രി, പോസ്റ്റ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, രജിസ്ട്രാർ ഓഫീസ്, സ്കൂള്, ദേവാലയങ്ങൾ എല്ലാം മുണ്ടിയരുമയിലായിരുന്നു. എന്നാൽ കാലക്രമേണ ക്യാമ്പ് ഷെഡുകൾ, കിടത്തി ചികിത്സ ആശുപത്രി, കോളനൈസേഷൻ ഓഫീസ്, AE ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, ആയുർവേദ ആശുപത്രി എന്നിവ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി. കോളനി കിട്ടിയ കാലത്ത് ഇവിടെ ഓഫീസുകൾ എന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസ്, പോലീസ് സ്റ്റേഷൻ, മൃഗാശുപത്രി, ആയുർവേദ ആശുപത്രി തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ മുണ്ടിയരുമയിലായിരുന്നു. അതിനുശേഷം നെടുങ്കണ്ടം താലൂക്ക് നെടുങ്കണ്ടത്തേക്ക് മാറിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ട് മാറി. ആയുർവേദ ആശുപത്രി ക്യാമ്പിന് മാറിപ്പോയി. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നെടുങ്കണ്ടം മുതൽ കമ്പംമട്ട് ആ രാമക്കൽമയുടെ ഭാഗം മുഴുവൻ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ ഇതായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അത് പല ഓഫീസുകളും ഇവിടുന്ന് പല പ്രദേശങ്ങളിലേക്കായി മാറിപ്പോയി. എങ്കിലും പഴമയുടെ ഗതകാല സ്മരണകൾ പേറി ഇപ്പോഴും മുണ്ടിയരുമ ടൗണിൽ തന്നെ ഈ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളും അവശിഷ്ടങ്ങളും കാണാം. കാലക്രമേണ ഇവയും പൊളിച്ചു മാറ്റപ്പെടുമെങ്കിലും അത്രയും കാലം ഇത് പട്ടം കോളനിക്കാരുടെ ഓർമ്മകളിലെ പഴമയുടെ സ്മരണകളായിരിക്കും. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.